നമസ്കാരം. നമുക്കിന്ന് സിമ്പിളായിട്ട് ചെമ്മീൻ പാൽക്കറി തയ്യാറാക്കുന്ന എങ്ങനെ നോക്കിയാലോ. പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് ഉലുവ ടെമ്പർ ചെയ്ത ശേഷം ചോപ്പിഡ് ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലി ഇട്ട് ഒന്ന് വഴറ്റുക. അതൊന്ന് ബ്രൗൺ ആയി വരുന്ന സമയം ഇതിലേക്ക് സ്ലൈസ്ഡ് ചെറുള്ളിയും അതുപോലെ ഇപ്പോൾ കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് സ്ലൈസ് ആയിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റുക. ടൊമാറ്റോ നുടഞ്ഞ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിലേക്ക് ടർമറിക് പൗഡർ, അല്പം കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഗ്രേവി നല്ല രീതിയിൽ തിളപ്പിക്കുക. ഗ്രേവി നല്ല രീതിയിൽ തിളച്ച് ഒരു സമയം കഴുകി വൃത്തിയാക്കി ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം കൂടെ ചേർത്ത് 2 മിനിറ്റ് മാത്രം ചെമ്മീൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചെമ്മീൻ കുക്കായ ശേഷം നല്ല തിക്കുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം സ്ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കുക. തിളച്ച ഒരു സമയത്തിലേക്ക് ലൈം ജ്യൂസ് ഒഴിച്ച് കറി ഫിനിഷ് ചെയ്ത് മാറ്റുക. മറ്റൊരു പാനിലേക്ക് കടുക് താളിച്ച ശേഷം നമ്മുടെ കറിയിലേക്ക് നേരെ ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ചെമ്മീൻ പാൽക്കറി റെഡിയാണ്. ഇടിയപ്പത്തിനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമസ്കാരം. നമുക്ക് ഏറ്റവും റിക്വസ്റ്റ് വന്ന ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞപ്പൊടി ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് ഫിഷും ഗ്രില്ല് ചെയ്യുവാണ്. അതോടൊപ്പം തന്നെ റൗണ്ടായി കട്ട് ചെയ്ത് ക്യാപ്സിക്കം ടൊമാറ്റോ ഗ്രില്ല് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത ഇതിലേക്ക് ഉലുവ പൊട്ടിച്ചിട്ടും ജിഞ്ചറും ഗാർലിക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ റൗണ്ടായി കട്ട് ചെയ്ത് ഒനിയനും ഇട്ടൊന്ന് വഴറ്റുക. ഒനിയൻ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. മഞ്ഞപ്പൊടി ഇട്ട ശേഷം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നല്ല ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് രണ്ടാം പാൽ എന്ന് പറയും അതും കൂടി ഒഴിച്ച് ഇതിലേക്ക് ഗ്രില്ല് ചെയ്ത് ഫിഷ് ഇട്ട് 2 മിനിറ്റ്സ് തേങ്ങാപ്പാൽ ഇത് കുക്ക് ചെയ്യുക. ഇതിലേക്ക് കുരുമുളക് പൊടിയും ഏലക്കാപ്പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള 1-ാം പാൽ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തൊട്ട് മുമ്പാകുമ്പോൾ നാരങ്ങ കൂടെ പിഴിഞ്ഞ് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഗ്രില്ല് ചെയ്ത ക്യാപ്സിക്കം ടൊമാറ്റോയും ആഡ് ചെയ്ത ശേഷം ഇതിലേക്ക് അല്പം പച്ചവെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് അടിപൊളി ഫിഷ് മോളി റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.